ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ BJP വളരും കേരളത്തിൽ. ഈ പ്രാവശ്യം പോലും എൻ്റെ വൈഫ് അവളുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വൈഫിനോട് ചോദിച്ചു, ഇത്താത്ത നിങ്ങൾ ഏത് പാർട്ടിക്കാരെയാണ്? പറഞ്ഞു UDF സപ്പോർട്ടാന്ന് പറഞ്ഞു. ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ BJP വളരും എന്ന് വൈഫിൻ്റെ റിലേറ്റീവ് പറഞ്ഞു കൊടുത്തു. ഞാൻ UDF സപ്പോർട്ടറാണ്, പക്ഷേ UDF അടിമയല്ല. ഞാൻ UDF അനുഭാവിയാണ്. എൻ്റെ ഫാമിലി ഇഷ്ടംപോലെ സഖാക്കളുണ്ട് കേട്ടാ. പക്ഷേ ഈ ഒരു ഡയലോഗില്ലേ, സഖാക്കളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ BJP വളരും എന്ന് പറയുന്നത്, അതിനി വെറും മിഥ്യാധാരണയായി മാറിയില്ലേ? 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലയളവിലാണ് ഇപ്പം BJPക്ക് 3 സീറ്റ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം ബംഗാൾ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള ബംഗാൾ ഇപ്പം മാറി പറഞ്ഞ ആരുടെ കയ്യിലുള്ളത്? BJPയുടെ കയ്യിലാണ്. ഈ വർഗീയതയെ ചെറുക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയുടെ സാരഥി പറഞ്ഞൊരു ഡയലോഗ് ഞാൻ അവിടെ കാണിക്കാം, കേട്ടത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. അത് ഈ കേരളത്തിൽ അപകടം ഉണ്ടാവും. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. നമ്മളെ കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ജാതി പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത് ഏത് പാർട്ടിയുടെ നേതൃത്വം വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഈ പ്രാവശ്യം UDFന് കൂടുതൽ സീറ്റ് കിട്ടാൻ കാരണം. ഇപ്പം ജെൻസി, യങ് ജനറേഷൻ, അവർക്ക് ഡെവലപ്മെന്റ്സ് കണ്ണിൽ കാണണം. സതീശൻ സാറ് വെഹിക്കിൾ മോഡിഫിക്കേഷൻ, ആരോഗ്യപരമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഓക്കെയാണെന്ന് പറഞ്ഞപ്പം ഉറപ്പാണ് വാഹനപ്രേമികളുടെ മെജോറിറ്റി നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ കോൺഗ്രസിന് കുത്തിയിട്ടുണ്ടാവും. ഇടതുപക്ഷം അത്യാവശ്യമാണ്, അതൊരു ഫാക്ട് തന്നെയാണ്. ഇടതുപക്ഷം വേണം ഒരു ഹെൽത്തി കോമ്പറ്റീഷന്. പക്ഷേ അവർ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, വേണ്ടാത്ത സമരങ്ങൾ, വ്യവസായത്തെ അനുകൂലിക്കാത്ത ചില ക്യാരക്ടറുള്ള നേതൃത്വങ്ങൾ, അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം നിർബന്ധമായിട്ടും കേരളത്തിൽ വേണം. കിട്ടിയ ചാൻസിന് നല്ലപോലെ ഭരിച്ചിട്ട് ആ സ്റ്റേറ്റ് ഡെവലപ്പാക്കാൻ നോക്കുക, അല്ലേ? ഈ പ്രാവശ്യം UDF വന്നിട്ടുണ്ട്, അവർ നല്ലപോലെ ഭരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ UDFന് പൂർണ്ണമായിട്ടും അടിമ മൈൻഡോടുകൂടി ന്യായീകരിക്കുന്നില്ല കേട്ടാ. UDFിലും ചില നേതൃത്വമുണ്ട്, അത്യാവശ്യം നല്ല കളി കളിക്കുന്നു. പക്ഷേ നല്ല നേതൃത്വം വരട്ടെ. ഈ ഒരു ഭരണം കിട്ടിയതിലൂടെ സ്റ്റേറ്റിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ചീപ്പ് സംസാരങ്ങൾ വെച്ചിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ഇവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ള സംസാരങ്ങൾ മാറട്ടെ, മായട്ടെ. എന്നിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് ധൈര്യത്തോടെ പറയാൻ കെൽപ്പുള്ള രാഷ്ട്രീയ നേതാക്കൾ വരട്ടെ. വർഗീയത, അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായും തുലയട്ടെ എന്നും ആശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.